ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇങ്ങനെ 6 മാസത്തെ ഹോംവർക്ക് നടത്തി കേൾക്കേണ്ടവർ മുഴുവൻ കേട്ട് പിന്നെ അതിന് ആരൊക്കെയാണോ അതിൻ്റെ വിക്ടിംസ്, ആ വിക്ടിംസിനെ മുഴുവൻ വിളിച്ചു വരുത്തി നെക്സ്റ്റ് അതിനെന്ത് സൊല്യൂഷൻ, എന്താണ് മാർഗം, അതെല്ലാം ഒരു സ്കൂൾ കുട്ടിയെ പഠിക്കുന്ന പോലെ പഠിക്കാൻ ശ്രമിച്ചു. അതും സദസ്സിൽ നിന്ന് വന്നു. കണ്ട ഇവിടുത്തെ ഭാഗത്ത് മാറി പറഞ്ഞു. ഞാനതിൻ്റെ സ്റ്റേജിലിരിക്കുകയാണോ അതിൻ്റെ ഉദ്ഘാടകനോ അധ്യക്ഷനോ സ്വാഗത പ്രാസംഗികനോ ഒന്നായി പോയിട്ടല്ല. ഞാൻ സദസ്സിൽ ഏറ്റവും പുറകിൽ നിന്ന് ഓരോരുത്തോര് പറയുന്നതും പിന്നെ കുറിച്ചെടുത്ത് മണലിൽ നിന്നൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മാനിഫെസ്റ്റോ ഇനി മറ്റുള്ളവർ പകർത്തട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികളും ഈ മാതൃക പകർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പകർത്തുമെന്ന് വിശ്വസിക്കുന്നു. അവരെ ഞാൻ തുറന്ന ഈ പാത പിന്തുടരാൻ അവരെ കൂടി സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. കാരണം ഇതിനു മുൻപ് ആരും ഞാനും ചെയ്തിട്ടില്ല. ഞാൻ 3 തവണ MLA മത്സരിച്ചാണ്. മാടാനപ്പള്ളി ഉൾപ്പെടുന്ന നാട്ടികയിലും വേങ്ങടി ഉൾപ്പെടുന്ന നാട്ടികയിലും പിന്നെ കൊടുങ്ങല്ലൂരും ഉൾപ്പെടെ 3 തവണ അസംബ്ലി മത്സരിച്ചിട്ടുണ്ട്. അസംബ്ലി മണ്ഡലത്തിലേക്ക് ആരും അങ്ങനെ ഭരണത്തിലും മാനിഫെസ്റ്റോ ഉണ്ടാക്കാറ്, സ്റ്റേറ്റ് മാനിഫെസ്റ്റോ ഉണ്ടാകാറുണ്ട്. പക്ഷെ മണലൂരിന് മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പ്രത്യേക കാരണമുണ്ട്. അനുഭവം തന്നെയാണ്. ഈ പറഞ്ഞ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അവരുടെ ഫീലിംഗ് ഷെയർ ചെയ്തു, ഭയങ്കരമായ ഫീലിംഗ് ഷെയർ ചെയ്തു. ആ ഫീലിംഗ് ഷെയർ ചെയ്തപ്പോൾ നമുക്ക് തോന്നി ഇത്ര പോലത്തെ എൻ്റെ ഒക്കെ എക്സ്പീരിയൻസ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു 26ാമത്തെ വയസ്സ്. വളരെ ചെറിയ പ്രായത്തിൽ 26 കൊല്ലം മുമ്പ് ഞാൻ MLA ആയിരുന്നതാണ്, 2001 മുതൽ. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ഉണ്ടായ നമ്മുടെ ഒരു അനുഭവമുണ്ട്. ഒരു കാര്യം നടക്കണമെങ്കിൽ ഏത് വാതിലാണ് ഇല്ലാത്തത്. എങ്ങനെയാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര? മന്ത്രിമാരോ ക്യാബിനറ്റോ മാത്രമല്ല, അതല്ലാത്തയും കുറേ വഴികളുണ്ട്. ആ വഴി എങ്ങനെ പോകണമെന്ന് ഒരു സ്കൂൾ കുട്ടി പഠിക്കാൻ വേണ്ടി പോണ പോലെ പഠിച്ച അനുഭവമുള്ളത് കൊണ്ട് ആണ് ഞാൻ ബുദ്ധിമുട്ടി ഹോംവർക്ക് ചെയ്ത് പഠിച്ചു. ഞാൻ ഇതിന് കോപ്പി ഇപ്പോൾ എൻ്റെ ഈ മാനിഫെസ്റ്റോയിലെ കോപ്പി നാട്ടിലെ എല്ലാവരുടെ കയ്യിൽ അത്യാവശ്യം കിട്ടിയിട്ടെന്നറിയാം. LD ആളുകളുടെയും കയ്യിലുണ്ട്, NDAക്കാരുടെ കയ്യിലുണ്ട്, അല്ലാത്തവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ പകർപ്പ് കൂടി എടുത്ത് അവരും കൂടി ഒന്ന് മണലിന് വേണ്ടി ഒന്ന് സ്റ്റഡി ചെയ്ത് വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഞാൻ സന്ദർഭോചിതമായി പങ്കുവയ്ക്കാം.